മൂടൽമഞ്ഞിൻ്റെ പുതപ്പിൻ കീഴിൽ മലകളുടെ അടിവാരത്തിൽ പുഴയുടെ തീരങ്ങളിൽ വന്യമൃഗങ്ങൾ ഇരതേടി അലഞ്ഞിരുന്ന ചെമ്പേരിയിൽ പ്രകാശം പരന്നതിൻ്റെ കഥയാണ് ഒറോദ എന്ന നോവലിലൂടെ കാക്കനാടൻ വരച്ചു കാട്ടുന്നത്. കൃതിയിലെ മുഖ്യ കഥാപാത്രമായ ഒറോദ 99-ലെ വെള്ളപ്പൊക്കത്തിൽ മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തിയവളായിട്ടാണ് കാക്കനാടൻ ഒറോദയുടെ എൻട്രിയെപ്പറ്റി സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത് 99-ലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ്. അതായത് 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വെള്ളപ്പൊക്കം. 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി കേരളത്തിലുണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കമാണ് 99-ലെ വെള്ളപ്പൊക്കം. കൊല്ലവർഷം 1099-ലാണ് ഇതുണ്ടായത് എന്നതിലാണ് 99-ലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ ഇതറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത്. 1099 കർക്കിടക മാസം 1-ന് തുടങ്ങി 3 ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവനും മുങ്ങിപ്പോയി. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല. അത്തരമൊരു വെള്ളപ്പൊക്കത്തിൻ്റെ വാട്ടർ ലെവലിനെ സംബന്ധിച്ച് കോതമംഗലം പാലമറ്റം ബംഗ്ലാവിൽ താമസിച്ചിരുന്ന മർഫി സാഹിബ് തൻ്റെ ബംഗ്ലാവിനോട് ചേർന്നുള്ള ചെറിയ കെട്ടിടത്തിൽ വാട്ടർ ലെവൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ജനത ഇന്നും ഭീതിയോടെ ഓർക്കുന്ന മലയാള വർഷം 99-ലെ വെള്ളപ്പൊക്കം, അതായത് 1924 ജൂലൈ 26-നുണ്ടായ ആ വെള്ളപ്പൊക്കം. ഇവിടെ അതിൻ്റെ വാട്ടർ ലെവൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇത്രയും ഉയർന്ന ഒരു പ്രദേശമാകുമ്പോൾ അന്ന് ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് വാട്ടർ ലെവൽ അടയാളപ്പെടുത്തിയത്. അന്ന് മർഫി സാഹിബാണ് ഈ വാട്ടർ ലെവൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ വാട്ടർ ലെവലിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ അതിഭീകരമാണ്. അന്നത്തെ പത്രവാർത്തകളും മറ്റു രേഖകളും പ്രളയത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് തരുന്നു. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി, പാളത്തിൽ വെള്ളം കയറി തീവണ്ടികൾ ഓട്ടം നിർത്തി, തപാൽ സംവിധാനങ്ങൾ നിലച്ചു. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ജലം ജീവൻ്റെയും പൊതുജന്മത്തിൻ്റെയും വളർച്ചയുടെയും പ്രതീകമാണ്. എന്നാൽ വെള്ളപ്പൊക്കം പ്രളയത്തിന് വഴിമാറുമ്പോൾ ചരിത്രവും മാറുന്നു. 1924-ലെ പ്രളയത്തിൽ തീണ്ടലും തൊടിയിലും കുറച്ചു കാലത്തേക്കെങ്കിലും ഒലിച്ചു പോയതിനെക്കുറിച്ച് ദീപിക റിപ്പോർട്ടുകളും വെളിപ്പെടുത്തുന്നുണ്ട്. കാലടി തലയാറ്റുംപള്ളി മനയ്ക്കിൽ നിന്നും കൊണ്ടുപോയ ചെമ്പിൽ അരി വേവിച്ചാണ് അഭയകേന്ദ്രമായ മറ്റൂർ കുന്നിലെ സകല ജാതിക്കാർക്കും ചോറ് കൊടുത്തതെന്ന് ദീപിക റിപ്പോർട്ട് ചെയ്തു. ആദിശങ്കരൻ്റെ ജന്മനാടായ കാലടിയാണ് സൂചിത സ്ഥലം. മതചിന്തയും ഒലിച്ചു പോയിട്ടുണ്ടെങ്കിലും വെള്ളമിറങ്ങുന്ന വേഗതയിൽ അവ തിരിച്ചെത്തുമെന്നത് മറ്റൊരു സത്യം. പാലമറ്റത്തു നിന്നും മലയാളം TV ലൈവ് ന്യൂസിനു വേണ്ടി ജയജ്വാല.